ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 ദിവസമായിട്ട് വാട്സാപ്പിൽ കൂടെയൊക്കെ ഒരു വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ ഒരു പെങ്കൊച്ച് എവിടെയുള്ളതെന്നോ എന്തുള്ളതെന്നോ ഞാൻ പറയണില്ല. ഒരു പെങ്കൊച്ച് വെള്ളം അടിച്ച് പൂസായിട്ട് വണ്ടിയിൽ നിന്ന് വീണെടുക്കണു. അതിൻ്റെ ഫ്രണ്ട് അടുത്തിപ്പുണ്ട്. രാത്രിയാണ്. ചുറ്റും ആൺകുട്ടികൾ കൂടി ഇപ്പുണ്ട്. വീഡിയോ എടുക്കണു. ആ കൊച്ചിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണു ഒക്കെ ഞാൻ കണ്ടു. ആ കൊച്ചിൻ്റെ ഫേസും കാണിക്കണ്ട അതിനകത്ത്. അപ്പം എനിക്ക് ഈ വീഡിയോ എടുത്ത് അവരോടാണ് പറയാനുള്ളത്. ഒരു ഓട്ടോ വിളിച്ച ആ കുട്ടീനെ എവിടെയാണെന്ന് വെച്ചാൽ എത്തിക്കാൻ ഒന്ന് ശ്രമിക്കേണ്ടതാണ് എല്ലാവരും. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മൾ ഫേസ് കാണിച്ച ആ കുട്ടിയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. ആ കുട്ടി ഞാൻ നശിക്കാൻ തീരുമാനിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചുകൊണ്ടാണല്ലോ അങ്ങനത്തെ വേഷം കെട്ടെടുത്തത്. അല്ലെങ്കിൽ ഒരു പെങ്കൊച്ച് പോയി എന്താ പറയുക, ഷാപ്പിൽ പോയി മദ്യപിച്ചിട്ട് വന്ന് റോട്ടിൽ വീണിങ്ങനെ കിടക്കുക, ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്കത് ബാധിക്കണ കേസല്ല, ആ പെങ്കൊച്ചിന് ബാധിക്കണതല്ല. പക്ഷെ ആ പെങ്കൊച്ചിനൊരു കുടുംബം ഉണ്ടാവില്ലേ? അച്ഛൻ, അമ്മ, ചിലപ്പോൾ ചേട്ടത്തി ഉണ്ടാവും, ചില സിസ്റ്റർ ഉണ്ടാവും, ബ്രദർ ഉണ്ടാവും. ചിലപ്പോൾ സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞേക്കണായിരിക്കും, അവിടുത്തെ ഫാമിലി ഉണ്ട്. ബ്രദറിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അവരുടെ ഫാമിലി ഉണ്ടാവും. ഇവരൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ബ്രദറിൻ്റെയും ആ സിസ്റ്ററിൻ്റെയും ആ അവസ്ഥ, അവർക്ക് ആ വീട്ടിലുണ്ടാവുന്നൊരു മാനക്കേട് അത് നിങ്ങൾ വായും മനസ്സ് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഈ അനിയത്തി കുട്ടീനെ ചിലപ്പോൾ സ്വന്തം മോളെ പോലെ കൊഞ്ചിച്ച് പൊന്നാരിച്ച് കൊണ്ട് നടന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നായിരിക്കും. അങ്ങനെയൊക്കെ വിട്ട് പഠിപ്പിച്ച് അവരൊരു നല്ല നിലയിൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് ആയിരിക്കുമല്ലോ. പേരൻസ് ആണെങ്കിലും ഞാൻ കഴിച്ചില്ലെങ്കിലും എന്താ പറയുക, എൻ്റെ മോള് ഫീസ് കറക്റ്റായിട്ട് കെട്ടണം, അവർക്ക് നല്ല ഡ്രസ്സ് വേണം എന്നൊക്കെ വിചാരിച്ച് പൈസ അയച്ചു കൊടുക്കുന്നത്. ഇവർ ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിച്ച് ഉള്ള പൈസ മൊത്തം തൂർത്തടിച്ച് വെള്ളം അടിച്ച് കിറങ്ങി ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന ആരോടും എനിക്ക് മുഖം വീഡിയോ എടുക്കണത് ഗുഡാണ്, കാരണം ഇതൊക്കെ വേണം, പരസ്യമാക്കണം. പക്ഷേ മുഖം ഒന്ന് ഇതാക്കി കാണിക്കുകയാണെങ്കിൽ ആ ഫാമിലി, കാരണം ഈ പെങ്കൊച്ചിന് അച്ഛനാണ്, സിസ്റ്ററാണ്, ബ്രദറാണെന്ന് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവില്ലേ അവരെത്ര മാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ നമുക്കും നാളെ ആ അവസ്ഥ വരാം. ഇങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഇതൊക്കെ വീഡിയോസായിട്ടോ ഫോട്ടോയായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് അനുഭവിക്കും. ഞാൻ അനുഭവിച്ചാണ്, അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. കാരണം എൻ്റെ മോന് കളമശ്ശേരിയിൽ ഡീസൽ മെക്കാനിക്ക് പഠിച്ച, അവന് 3rd റാങ്കോടുകൂടി പാസ്സായത് ആളാണ്. 3rd റാങ്കോടുകൂടി പാസ്സായി ഇപ്പോൾ റിയാദിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഹോട്ടൽ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി വിളിച്ചിട്ട് മൂവാറ്റുപുഴ വരെ പോയി. അവൻ ആ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് അവൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ, അവൻ്റെ മോഡൽ സ്കൂളിൽ +1 പഠിച്ച ആ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോയത്. അവിടെ വെച്ചവൻ രാത്രി ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട്, മോനെ 8 മണിയായി വന്നില്ലേ, എപ്പോൾ വരുക, മതി വരാൻ തുടങ്ങുക, ഇറങ്ങി, ഓക്കെ വേഗം വാ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 9:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കോളറാണ്, ഇനി എവിടെയാണ് ഉള്ളത്, നിങ്ങളുടെ വാടാന്ന് വളരെ ഷൗട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മൂവാറ്റുപുഴ എക്സൈസ് ഓഫീസിലെ CA ആണ്, നിങ്ങളുടെ ബാബാസിനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഒരു കിച്ചറ് പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് സാറേ, എന്താ പ്രോബ്ലം? അപ്പം ഞാൻ ഈ ഫുഡ് ഡെലിവറി ഉണ്ട് എനിക്ക്, ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇന്ദിരാഗാന്ധി കോളേജിലെ കുട്ടികൾക്കൊക്കെ ഫുഡ് ഡെലിവറിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കോതമംഗലം എക്സൈസിലെ സാറിന്, CA സാറിന്, സാറിനും ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഹീറോഷ് എന്ന് പറഞ്ഞ സാറിനും ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ അവരെ വിളിച്ചു, സാറേ എൻ്റെ മോനെ എങ്ങനെ മോറ്റോന്ന് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചൊന്ന് അന്വേഷിച്ചിട്ട് പറയുമോ സാറ്. ഞാൻ ആ ഫുഡ് കൊടുക്കണതും പരിചയവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് സാർ അപ്പം തന്നെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് പിടിച്ചത്, 2-3 കൂട്ടുകാരുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ എന്തോ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെന്ന് ഞാനും എൻ്റെ മൂത്ത മോനും കൂടി ഞങ്ങൾ അനുഭവിക്കുന്നൊരു മാനസികാവസ്ഥ എന്ന് ഓർക്കണം. ഞങ്ങളവിടെ ചെന്ന് സാറിനെ കണ്ട് സാറിനോട് സംസാരിച്ച് എൻ്റെ ഉള്ളിൽ എന്നാന്ന് പറയുമോ, പിടിച്ച് തല്ലോ എന്നൊക്കെയാണ് എൻ്റെ ടെൻഷൻ. അപ്പോൾ സാറ് പറഞ്ഞു, രാവിലെ ഇപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, രാവിലെ ഇവിടുന്ന് വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും എൻ്റെ മോനും ചങ്ക് പൊട്ടണ വേദനയോടുകൂടി തിരിച്ചു പോരുകയാണ്. എൻ്റെ അവസ്ഥ ഒന്നും അന്നേരം നമുക്ക് പറയാൻ പറ്റില്ല. ഈ രാത്രി തന്നെ ഏതോ മഞ്ഞപ്പത്രത്തിൻ്റെ ആൾ അല്ലെങ്കിൽ എന്തോ എന്താ പറയുക ഒരുത്തം വന്ന് ഫോട്ടോ എടുത്തു.
പക്ഷേ നേരം വെളുത്ത് ഞാൻ ചെന്ന ഒരു 9:30-10 മണി ആയപ്പോഴേക്കും കൊച്ചിനെ എൻ്റെ കൂടെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ ഹോട്ടലിൽ ഓപ്പൺ ആയിട്ടാണ് വന്നത്. ഹോട്ടലിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പത്രത്തിൽ വാർത്ത നിൽക്കുകയാണ്, എന്താ പറയുക, കഞ്ചാവുമായിട്ട് പിടിയിലായെന്ന് പറഞ്ഞ് എൻ്റെ മോൻ്റെയും വേറെ പിടി. ആ വാർത്ത വരുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കൂടെ ഹോട്ടലിലുണ്ട്. ആ വാർത്ത വരുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കയ്യിൽ ഹോട്ടലിലുണ്ട്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ സാറെന്നോട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് മോനെ കയറ്റി കൊണ്ടുപോക്കോ, ഈ കൂട്ടുകെട്ട് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. എൻ്റെ മോൻ അങ്ങനെയാണ് പിറ്റത്തെ മാസം തന്നെ റിയാദിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ അവൻ കേസും കൂട്ടൊന്നും ഉണ്ടെങ്കിൽ അവന് കയറി പോരലും നടക്കൂലല്ലോ. അപ്പോൾ അവന് യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ പത്രത്തിൽ ഫോട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് പറയണ്ടേ? ഇത് സത്യമല്ല എന്ന് പറയാൻ പറ്റും. ഞാൻ അതാണ് പറയണത്. ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയാണ്ട് നമ്മുടെ കുടുംബം അതിന് ചുറ്റുമുള്ളവരെയൊന്നും ഓർക്കാതെ നമ്മളൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യാൻ നോക്കരുത്. കാരണം എൻ്റെ മോനിപ്പോൾ എന്താ പറയുക, ആ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവനത് അതിനകത്ത് ആ ഫ്രണ്ടിൻ്റെ വണ്ടി 2.5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് വാങ്ങിച്ചങ്ങനെ പുതിയ വണ്ടിയാണ്. ആ വണ്ടി പോയില്ലേ? ആ കൊച്ചും അപ്പനും കുറേ വന്ന് കയറി നടന്നത്. ഇതെങ്ങനെയാ, എന്താണ് ഇതിൻ്റെ പുറകെയുള്ള കളിയെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ പറയണത് ഇതാണ്, സത്യാവസ്ഥ അറിയാണ്ട് ഒന്നും നമ്മൾ ഈ കാര്യം ഓക്കെ, പക്ഷെ അവർക്കൊരു ഫാമിലി ഉണ്ട്, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ഇപ്പോഴത്തെ മക്കൾ പേരൻസിൻ്റെ കഷ്ടപ്പാടും ദുരിതവും ഒന്നും മനസ്സിലാക്കിയ വളരെ നന്നായിരുന്നു. കാരണം ഞാനൊക്കെ വെളുപ്പിന് 4 മണിക്കൊക്കെ എണിച്ചാണ് ഹോട്ടലിൽ വന്നുകൊണ്ടിരുന്നത്. കാരണം 7 മണിയാകുമ്പോഴേക്കും ഇന്ദിരാന്തിലെ കോളേജ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അങ്ങനെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊരു പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റൂല. പിന്നെ കുറേ പേരൻസും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മക്കൾ കൂടുതലും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പോണത്. അവർ ഒരു 10ാം ക്ലാസ് വരെ ഒന്നും ഒരുപാട് കാശൊന്നും കൊടുക്കണ്ട. +1 +2 ഒക്കെ അയക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഐസ്ക്രീം കഴിക്കുക, ഇതൊക്കെ കഴിക്കുക. അവർക്കിടെ അതിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. കാരണം അവർ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കില്ല ചിലരുടെ നല്ല പേരൻസുകൾ കൊടുത്തു വിടുന്നതായിരിക്കും. പക്ഷെ ഇവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പൈസ ഒന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല, പൈസ എന്ത് കാണിക്കാൻ, പൈസ ഇവിടെ ഫുഡൊക്കെ ഉണ്ട്, ഞാൻ തന്നൂറിന് കഴിച്ചാൽ മതി. പക്ഷേ ഈ മറ്റുള്ളവർ കഴിക്കണ കാണുമ്പോൾ ഇവർക്ക് കൊതിയുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ എന്താ മാർഗം എന്ന് വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ആവശ്യം അറിഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കണം. കുറേ അത് ഞാൻ പറയുകയാണ്. എൻ്റെ മോനൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തേക്കണതിൻ്റെ ഫലമായിരിക്കും അവനൊന്നും എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഇന്നിപ്പോൾ ആരെയും കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും, അതിനകത്തുനിന്ന് രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നാളെ അതിനകത്തേക്ക് അത്രയും പൈസ ചേർത്ത് വെക്കാൻ ഞാൻ എന്തോരം ആലോചിക്കേണ്ടത് മക്കൾ അറിയണില്ല. പക്ഷെ ഞാനത് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ പേരിൽ അവർ വേറെ തെറ്റിലേക്കും പോകരുതെന്ന് ഞാൻ വിചാരിക്കും. ഇനി ഇത് എൻ്റെ ചിന്താഗതി മാത്രമായിരിക്കാം. ചിലപ്പോൾ ഇത് ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം. ആരും പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊന്നും എൻ്റെ ഉമ്മച്ചീനെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഉമ്മാനെ. കാരണം ഞാനും ഉമ്മയും കൂടി അങ്ങോട്ടും പുറത്തു പോകണമെങ്കിൽ എൻ്റെ തലയിലിട്ടണ തട്ടൻ ചാടിപ്പോയ മോനെ, ആ തലയിലേക്ക് ആ തുണി കയറ്റിവിടും മോനെ, ആ മുടി ഞാൻ ഫ്രണ്ടിലൊക്കെ മുടി വെട്ടിയിട്ടൊക്കെ ഉണ്ടായി, അപ്പോൾ ആ മുടി ഒന്നെടുത്ത് കയറ്റി വയ്ക്കും മോനെ. ഉമ്മാനോട് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യായിരുന്നു. അന്നൊന്നും എനിക്ക്, കാരണം അന്നൊന്നും എൻ്റെ ഉമ്മച്ചിയൊക്കെ പട്ടിണി കിടന്നിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി കൂലിപ്പണി ഒന്നും കഴിക്കാനില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ഞാനൊക്കെ ഉണ്ടായതിരുന്നു. എൻ്റെ ഉമ്മച്ചിക്ക് ഞാനൊക്കെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടൊക്കെ എൻ്റെ മക്കളെ പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് ഇത്രയും ദണ്ണം നമ്മുടെ മക്കളെ എതിര് പറയുമ്പോൾ ദണ്ണം വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മച്ചി അത്രമാത്രം ദണ്ണപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മളൊരു പേരൻ്റായി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. പിന്നെ ബ്രദർ, എൻ്റെ ആങ്ങളമാരൊക്കെ, ഞാനും എൻ്റെ ഹസ്ബൻഡും ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ തമ്മിലിങ്ങനെ കറങ്ങിയൊക്കെ നടന്നു കഴിയുമ്പോൾ എൻ്റെ ബ്രദറൊക്കെ ഒരുപാട് എന്നെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും, അവരോട് ഞാൻ എതിര് പറയും ഒക്കെ ചെയ്യും. ഇപ്പം എൻ്റെ മോള് അവൻ്റെ ഇക്കാക്കാട്ട് എതിര് പറയുമ്പോൾ എനിക്ക് പറ്റണില്ല. കാരണം അത് മോനെ, ഞാൻ എന്നിട്ട് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ അവളെ എതിര് പറഞ്ഞ കേട്ടിട്ട് ഞാൻ വിട്ടു പറഞ്ഞത്, ഇതിനൊക്കെ നമ്മൾ വേറൊരു ദിവസം കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ആലോചിച്ച് സങ്കടപ്പെടും. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേരൻറ്റും ശ്രദ്ധിക്കുക, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ പറയുക, നമ്മുടെ ഒരു ലൈഫുള്ളൂ, അത് നശിപ്പിച്ച് കളയാതിരിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാണ്. ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊള്ളുക, അല്ലാത്തവർ തള്ളിക്കളയുക. കാരണം എനിക്ക് നല്ല വിഷമം കൊണ്ട് ഞാൻ പറയണതാണ്, ആ പെങ്കൊച്ചവിടെ കിടക്കണുണ്ട്. ഇപ്പോൾ ഞാനൊരു പെങ്കൊച്ചിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം ഓർത്തപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.